കർത്താവ് നിങ്ങളോടുകൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് ജനങ്ങൾ യേശുവിനോട് ചോദിച്ചു, ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് എന്തടയാളമാണ് നീ ചെയ്യുക? എന്താണ് നീ പ്രവർത്തിക്കുക? അവിടുന്ന് അവർക്ക് ഭക്ഷിക്കാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു. യേശു മറുപടി പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത് എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത്. എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നത് അത്രേ. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, കർത്താവേ, ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ. ഈശോ അവരോട് പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്ന ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. കർത്താവിൻ്റെ സുവിശേഷം. ഈശോയിൽ ഒത്തിരി സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഒരുപക്ഷെ ഈ ഒരു ദിവസത്തിലെ വായനയിലൂടെ കടന്നു പോകുമ്പോൾ അവിടുന്ന് തിരിച്ചറിയാതെ പോകുന്ന ഒരു ശിഷ്യരെ അല്ലെങ്കിൽ ആ ഒരു ജനക്കൂട്ടത്തെയാണ് നമ്മൾ കാണുന്നത്. അത്രത്തോളം അവർ പരിഭാനയിൽ അവരോരോരുത്തരും നയിച്ചിട്ട് പോലും തങ്ങളുടെ കൂടെയായിരിക്കുന്ന രക്ഷകനെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അവരോരോരുത്തരും മന്ദീഭവിച്ചു പോകുന്നത്. ഒരുപക്ഷെ നമ്മുടെ ആത്മീയ ജീവിതത്തിലെയും ഒരു അപകടകരമായ ഒരു കാഴ്ചയും ഇതുതന്നെയാണ്. പലപ്പോഴും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും അവനോടത്തായിരിക്കുമ്പോഴും പലപ്പോഴും ആ ഒരു ക്രിസ്തുവിനെ തിരിച്ചറിയാൻ നമ്മുടെ ജീവിതം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടുമൊക്കെ പലപ്പോഴും നമുക്കും പറ്റാതെ വരുന്നുണ്ട്. അല്ലെങ്കിൽ ആദ്യവാരം നമ്മൾ കണ്ടതുപോലെ ഒരു യഥാർത്ഥ ശിഷ്യനായിട്ട് മാറാൻ അല്ലെങ്കിൽ ഒരു വിശ്വസ്തനായിട്ടുള്ള ക്രിസ്തു ശിഷ്യനായിട്ട് മാറാൻ പലപ്പോഴും നമുക്കും പറ്റാതെ വരുന്നുണ്ട്. പക്ഷേ അതിനതിൻ്റേതായുള്ള കാരണങ്ങളും പലപ്പോഴും നമ്മൾ പറഞ്ഞു വെക്കുമെങ്കിലും അല്ലെങ്കിൽ ലോകത്തിൻ്റേതായുള്ള പല കാര്യങ്ങളും ദൈവസന്നിധിയിൽ നമ്മൾ പറയുന്നെങ്കിലും തിരിച്ചറിയുക, ആ ഓരോ എക്സ്ക്യൂസുകളും അല്ലെങ്കിൽ ആ ഓരോ കാഴ്ചകളും പലപ്പോഴും യഥാർത്ഥത്തിൽ എന്നെ ദൈവത്തിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ആക്കി തീർക്കുന്നതാണോ എന്നുള്ള കാര്യം. ആദ്യ വായനയിൽ അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്. സെഫാനോസിൻ്റെ രക്തസാക്ഷിത്വം. ഒരുപക്ഷെ ആ ഒരു ജീവിതത്തിലുടനീളം ക്രിസ്തുവിന് തൻ്റെ ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകാൻ ആഗ്രഹിച്ചുകൊണ്ട് ആ ഒരു ജീവിതത്തിൽ എന്ത് തന്നെ കടന്നു വന്നിട്ട് പോലും ഒരു ഭയത്തിൻ്റെ തെല്ല് രീതി പോലും ഇല്ലാതെ ആ ഒരു ജീവിതത്തിന് തമ്പുരാന് സാക്ഷ്യം നൽകിക്കൊണ്ട് സുജീവൻ തന്നെ നൽകിക്കൊണ്ട് രക്തസാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു മടിയുമില്ലാതെ മാറിത്തീർന്ന വ്യക്തി. ഒരുപക്ഷെ ഈ ഒരു വ്യക്തി തന്നെ നമ്മുടെ ജീവിതത്തിലൂടെ പറഞ്ഞു വെക്കുന്നത് കത്തോലിക്ക തിരുസഭയിലെ ആദ്യ രക്തസാക്ഷിയായിട്ട് മാറുമ്പോഴും യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തു ശിഷ്യൻ എങ്ങനെയായി തീരണമെന്നുള്ള കാര്യം വളരെ ഭംഗിയായിട്ട് സെഫാനോസ് പറഞ്ഞു വെക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, തിരിച്ചറിയുക, ആ ഒരു അതേ രീതിയിൽ തന്നെയാണ് തമ്പുരാൻ രണ്ടാമത്തെ വായനയിൽ സുവിശേഷത്തിലൂടെ അവിടെ കൂടിയിരിക്കുന്ന ഓരോ വ്യക്തികളോടും ചോദിക്കുന്നത്. തിരിച്ചറിയാൻ പറ്റുന്നില്ല അവർക്ക്. ഒരുപക്ഷെ ദൈവം തിരഞ്ഞെടുത്ത അല്ലെങ്കിൽ ക്രിസ്തു തിരഞ്ഞെടുത്ത ആദിമ ക്രിസ്ത്യാനികൾ പോലും അല്ലെങ്കിൽ അവരുടെ ഇടയിൽ പോലും പലപ്പോഴും സാക്ഷ്യം നൽകുന്നുണ്ടെങ്കിലും ആ ഒരു ദൈവത്തെ തിരിച്ചറിയാൻ അവരുടെ ജീവിതം കൊണ്ട് പറ്റുന്നില്ല. ഒരുപക്ഷെ ഒരു സുവിശേഷത്തിൽ അവർ പലപ്പോഴും പറഞ്ഞു വെക്കുന്ന ഒരു പരാതി അല്ലെങ്കിൽ ഒരു പരിഭവം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് അവർ പലപ്പോഴും പിറുപിറുത്തിലൂടെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നത് കൊല്ലാനാണോ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് അവർക്ക് ഓരോരുത്തർക്കും മന്ന നൽകുമ്പോൾ അത് മോശ നൽകിയതാണ് എന്നുള്ള തെറ്റിദ്ധാരണ അവരുടെ ജീവിതത്തിലുണ്ട്. ഒരുപക്ഷെ അന്ന് അവർ അടിമത്തകളിൽ നിന്ന് രക്ഷിക്കാൻ നിങ്ങൾക്കൊരു രക്ഷകനെ നൽകും എന്നുള്ള വാഗ്ദാനം അത് പൂർത്തീകരിക്കപ്പെടുന്നത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഭക്ഷിക്കാൻ അപ്പം തരുമ്പോഴാണ് എന്നുള്ള കാര്യം അവരോരോരുത്തരും ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷേ തിരിച്ചറിയാനാവാത്ത വിധം ആ ഒരു ജീവൻ്റെ അപ്പം ക്രിസ്തു തന്നെയാണ് എന്ന് അവരെ പഠിപ്പിച്ചിട്ട് പോലും അവർക്ക് അവരുടെ ജീവിതത്തിൽ മനസ്സിലാകുന്നില്ല. സ്നേഹമുള്ളവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമുക്ക് പറ്റുന്ന ഒരു അപകടകരമായൊരു സാധ്യത പലപ്പോഴും ഓരോ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് കുർബാനയായിട്ട് മാറാനുള്ള വിളി നമുക്കും ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ വിശുദ്ധ കുർബാന പലപ്പോഴും സ്വീകരിക്കുമ്പോഴും ആ കുർബാനയായിട്ട് മാറാതെ നമ്മളും മാറുമ്പോഴും തമ്പുരാൻ ആവർത്തിക്കുന്നതും ഇതുതന്നെയാണ്.
എന്തുകൊണ്ട് നിങ്ങൾ എന്നെ തിരിച്ചറിയുന്നില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളൊരു യഥാർത്ഥ ശിഷ്യനായിട്ട് അല്ലെങ്കിൽ യഥാർത്ഥ ഒരു അനുയായിയായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ മാറുന്നില്ല? സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ പലപ്പോഴും കപടതകൾ കടന്നു വരാം. അല്ലെങ്കിൽ അവിടത്തേക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ പല പോരായ്മകളും വ്യത്യസ്തകളും ഈ ലോകത്തിൻ്റെതായുള്ള രൂപത്തിൽ അനുരൂപികളായിട്ട് നിൽക്കുമ്പോൾ പലപ്പോഴും ജീവിതത്തിലേക്ക് കടന്നു വരാം. പക്ഷേ അതിനപ്പുറത്തോട്ട് എത്രത്തോളം അതിനെല്ലാം വ്യത്യസ്തമാക്കി അതിനെല്ലാം പലപ്പോഴും മാറ്റി നിർത്തിക്കൊണ്ട് അവർ ദൈവത്തിന് സാക്ഷ്യം നൽകിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് പറ്റുന്നു എന്നുള്ള കാര്യം. ഇത് പക്ഷേ ഈ രണ്ട് വായനയും നമ്മുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതം കൊണ്ട് തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ള കാര്യമാണ്. തിരിച്ചറിയുക നമ്മുടെ ജീവിതത്തിൽ ഓരോ കുർബാനയ്ക്ക് അണയുമ്പോഴും ഓരോ നിമിഷത്തിലും അവിടുത്തെ സന്നിധിയിലേക്ക് ഓടിയെത്തുമ്പോഴും തിരിച്ചറിയുക, ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ ദൈവത്തെ തിരിച്ചറിയുന്നുണ്ടെന്നുള്ള കാര്യം. ആ ഒരു ജനക്കൂട്ടം ഒന്നടങ്കം അവനെ പിന്തുടരുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യം അപ്പം മാത്രമാണ്. പക്ഷേ അപ്പം നൽകുന്നവൻ ആരാണെന്നോ അല്ലെങ്കിൽ അവർ അപ്പത്തിൻ്റെ ദാതാവാണെന്നോ ഉള്ള കാര്യം പോലും തിരിച്ചറിയാതെ അപ്പത്തിന് വേണ്ടി മാത്രം ആഗ്രഹിക്കുന്ന ഒരു ജനം. പക്ഷേ അവർ ജനത്തെ ഓരോരുത്തരെയും തിരുത്തിക്കൊണ്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വിശക്കാത്ത അല്ലെങ്കിൽ ദാഹിക്കാത്ത രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ജീവനുള്ള അപ്പം തരും എന്നുള്ള കാര്യം പറയുമ്പോഴും അവർ കാര്യം തിരിച്ചറിയാതെ ക്രിസ്തുവാണ് തങ്ങൾക്ക് ഇതെല്ലാം തരുന്നതെന്നുള്ള കാര്യത്തിൻ്റെ തിരിച്ചറിവ് പോലും ഇല്ലാതെ അവരോരോരുത്തരും മാറിപ്പോകുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതവും പരിശോധിക്കാം. എത്രത്തോളം ആ ഒരു ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. ഓരോ വിശുദ്ധ കുർബാനയിലും അവിടുത്തെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടുത്തെ സാന്നിധ്യം പലപ്പോഴും മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെതായുള്ള താഴ്ചകളും കുറവുകളുമൊക്കെ ഈ കടന്നു വരുന്ന ക്രിസ്തുവിന് ഒന്നുമല്ല എന്നുള്ള കാര്യത്തിൻ്റെ ബോധ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആയിരിക്കാൻ നമുക്ക് എത്രത്തോളം സാധിക്കുന്നുള്ള കാര്യം തിരിച്ചറിയാം. തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.